മന്ത്രി ഗണേഷ് കുമാറിനോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കും. കേരളത്തിലെ ഡ്രൈവിംഗ് സ്വകാര്യ സ്കൂളുകൾക്ക് എട്ടിന്റെ പണി. സംസ്ഥാനത്തെ KSRTCയുടെ ആദ്യ ഡ്രൈവിംഗ് സ്കൂൾ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ആനേറ ഷിഫ്റ്റ് ആസ്ഥാനത്താണ് ഡ്രൈവിംഗ് സ്കൂൾ സജ്ജമാക്കിയത്. ഇതിലൂടെ ഡ്രൈവിംഗ് സ്കൂളുകാരെ നിലയ്ക്ക് നിർത്തുകയും ചെയ്യാം. KSRTCക്ക് വരുമാനവുമാകും. മാറി മാറി വന്ന MD മാർക്കും മന്ത്രിമാർക്കും തോന്നാത്ത ബുദ്ധിയാണ് മന്ത്രി ഗണേഷ് കുമാറിന്റെ തലയിൽ ഉദിച്ചത്. LDF സർക്കാർ ഈ തീരുമാനത്തിന് പച്ചക്കൊടി കാണിക്കുകയും ചെയ്തു. കുറഞ്ഞ ചിലവിൽ ഉന്നത നിലവാരത്തിൽ ഡ്രൈവിംഗ് പരിശീലനം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് KSRTCയുടെ പുതിയ സംരംഭം. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തെ ചൊല്ലി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും സർക്കാരും തമ്മിൽ തർക്കം തുടരുന്നതിനിടെയാണ് KSRTCയുടെ ആദ്യ സ്കൂൾ ഉദ്ഘാടനം ചെയ്തത്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കടകംപള്ളി സുരേന്ദ്രൻ MLA, മേയർ ആര്യ രാജേന്ദ്രൻ, ഉദ്യോഗസ്ഥർ, തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു. വിവിധ ഡിപ്പോകളിൽ ആധുനിക സംവിധാനത്തോടെയാണ് KSRTCയുടെ ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ KSRTCയുടെ കീഴിൽ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്നത് 23 കേന്ദ്രങ്ങളിലായിരിക്കും. നേരത്തെ KSRTC ഡ്രൈവിംഗ് സ്കൂളിന്റെ സാങ്കേതികത പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ KSRTC ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർക്ക് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഡ്രൈവിംഗ് സ്കൂൾ പ്രാവർത്തികമാക്കുന്നത്. മിതമായ നിരക്കിൽ മികച്ച നിലവാരത്തിലുള്ള ഡ്രൈവിംഗ് പരിശീലനം നൽകുകയാണ് ലക്ഷ്യം. KSRTCയിലെ വിദഗ്ധരായ ഇൻസ്ട്രക്ടർമാരുടെ സേവനമടക്കം ഡ്രൈവിംഗ് സ്കൂളുകൾക്കായി വിനിയോഗിക്കാം. ദേശീയ അന്തർദേശീയ നിലവാരത്തിലുള്ള ലൈറ്റ് മോട്ടോർ ഡ്രൈവിംഗ് പരിശീലനം ഈ കേന്ദ്രങ്ങളിൽ ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. KSRTC ഡ്രൈവിംഗ് സ്കൂളുകളിൽ സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളുകളെ അപേക്ഷിച്ച ഫീസ് നിരക്കിൽ 40% കുറവുണ്ടാകും. കാറും ഇരുചക്ര വാഹനവും പഠിക്കുന്നതിന് 10,000 രൂപയാണ് ഫീസ്. കാറ് മാത്രം പഠിക്കുന്നതിന് 9,000 രൂപയാകും ചെലവാക്കേണ്ടി വരിക. ഇരുചക്ര വാഹനം മാത്രമെങ്കിൽ 3,500 രൂപയാണ് ഫീസ്. പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് സൗജന്യമായി ക്ലാസ്സിൽ ചേരാമെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു.